നമസ്കാരം. ഏതൻ ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. 1990 മുതൽ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും പലപ്പോഴും സിനിമ ക്ലാഷ് റിലീസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ക്ലാഷ് റിലീസുകളിൽ ആരാണ് വിജയിച്ചതെന്നും ഏതൊക്കെയായിരുന്നു സിനിമകളും എന്നും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ പരിഗണിച്ചിരിക്കുന്നത് പരമാവധി 12 ദിവസത്തെ ഗ്യാപ്പിനുള്ളിലെങ്കിലും ഇരുവരുടെയും ചിത്രങ്ങൾ ഏറ്റുമുട്ടിയ ചരിത്രങ്ങളാണ് നമ്മൾ 1990 മുതലുള്ള ചരിത്രങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പ്രവേശിക്കും മുമ്പ് ചെറിയ റിക്വസ്റ്റ് പ്രേക്ഷകരോട്. നമ്മളെ ചാനൽ കുറച്ച് ആളുകളൊക്കെ കാണുന്നുണ്ട്, അതിൽ വലിയ സന്തോഷമുണ്ട്. പോലും നമ്മളെ ചാനൽ കാണുന്ന 98% പേരോളം ഇതുവരെ സബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ദയവായി സബ് ചെയ്യുക. എന്നെപ്പോലെ ഒരു സാധാരണ യൂട്യൂബർക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സബ് വളരെ അത്യാവശ്യമാണ്. ദയവായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 1990-ൽ കോട്ടയം കുഞ്ഞച്ചൻ, ഹിസ് ഹൈനസ് അബ്ദുള്ള എന്നീ 2 ചിത്രങ്ങൾ തമ്മിലായിരുന്നു ക്ലാഷ് ഉണ്ടായിരുന്നത്. ഇതിൽ കോട്ടയം കുഞ്ഞച്ചൻ വലിയ ഹിറ്റാകുകയും ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രവും വലിയ ഹിറ്റാകുകയും ചെയ്തു. പുരസ്കാരങ്ങളും മറ്റും നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലഭിച്ചിരുന്നത് ഹിസ് ഹൈനസ് അബ്ദുള്ളക്കായിരുന്നു. ഇവിടെ 2 ചിത്രങ്ങളും തുല്യമായാണ് വിജയം പങ്കിട്ടത് എന്ന് പറയാം. മമ്മൂട്ടി നായകനായ അമരവും മോഹൻലാൽ നായകനായ ധനവുമായിരുന്നു ക്ലാഷ് റിലീസിന് വന്നത്. ഇതിൽ അമരം വലിയ രീതിയിൽ വിജയിക്കുകയും ഒരുപാട് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. എന്നാൽ ധനം എന്ന ചിത്രം വേണ്ടത്ര വിജയിക്കാതെ ഒരു ശരാശരിയിൽ ഒതുങ്ങിപ്പോകുകയും ചെയ്തു. ഇവിടെ വ്യക്തമായ വിജയം മമ്മൂട്ടിക്കായിരുന്നു. 1992-ൽ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രവുമായി മമ്മൂട്ടിയും യോധ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രവുമായി മോഹൻലാലും തമ്മിൽ ക്ലാഷ് വന്നു. പപ്പയുടെ സ്വന്തം അപ്പൂസ് ഫാമിലി ഏറ്റെടുത്തപ്പോൾ യോധ എന്ന ചിത്രം യുവാക്കളടക്കമുള്ള ആളുകൾ ഏറ്റെടുക്കുകയായിരുന്നു. ഇതിൽ സാമ്പത്തികമായി ഏറ്റവും വിജയം നേടിയത് യോധ എന്ന ചിത്രമായിരുന്നു. ഇവിടെ 1992-ലെ ഈ ക്ലാഷ് റിലീസിൽ മേൽക്കൈ മോഹൻലാലിനാണ് വന്നത്. 1993-ൽ മോഹൻലാലിൻ്റെതായി തിയേറ്ററിൽ എത്തിയിരുന്നത് മണിച്ചിത്രത്താഴ് എന്ന ചിത്രമായിരുന്നു. ഇതിന് ക്ലാഷ് റിലീസായി മമ്മൂട്ടിയുടെ ചിത്രം വാർത്തയായിരുന്നു എത്തിയിരുന്നത്. ഇതിൽ മണിച്ചിത്രത്താഴിന് എന്ത് സംഭവിച്ചെന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ മണിച്ചിത്രത്താഴ്, എന്നാൽ വാർത്ത അത്രയും തന്നെ ഹിറ്റായില്ലെങ്കിൽ പോലും ശരാശരിക്ക് മുകളിൽ വിജയം നേടി. ഇവിടെയും മേൽക്കൈ മോഹൻലാലിലായിരുന്നു. വന്ന ക്ലാഷ് റിലീസ് ഹിറ്റ്ലർ എന്ന ചിത്രവും കാലാപാനി എന്ന ചിത്രവുമായിരുന്നു. ഈ ക്ലാഷ് വന്നത് 1996-ലായിരുന്നു. കാലാപാനി ഒരുപാട് പ്രശംസകൾ പല വേദികളിൽ നിന്നും ലഭിച്ചെങ്കിലും വേണ്ടത്ര വിജയം കൈവരിക്കാൻ കാലാപാനിക്ക് സാധിച്ചില്ല. എന്നാൽ ഹിറ്റ്ലർ വലിയൊരു വിജയമാകുകയും ചെയ്തു. മമ്മൂട്ടിയുടെ വലിയൊരു കംബാക്ക് കൂടിയായിരുന്നു അക്കാലത്ത് ഹിറ്റ്ലർ എന്ന സിനിമ. 2001-ൽ രാവണപ്രഭുവും രാക്ഷസ രാജാവുമായിരുന്നു ക്ലാഷ് റിലീസായി വന്നത്. സംവിധായകൻ രഞ്ജിത്തിന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയായ രാവണപ്രഭു, സംവിധായകൻ വിനയന്റെ രാക്ഷസ രാജാവ്, വലിയ ക്ലാഷ് നടന്ന ചിത്രങ്ങളായിരുന്നു ഇത് രണ്ടും. എന്നാൽ ഇതിൽ മേൽക്കൈ നേടിയത് രാവണപ്രഭു തന്നെയായിരുന്നു. വലിയ ഹിറ്റായ ഈ ചിത്രം ഇൻഡസ്ട്രിക്കുള്ളിൽ തന്നെ വലിയൊരു ടോക്കായി മാറുകയും ചെയ്തു. എന്നാൽ രാക്ഷസ രാജാവ് അത്ര വലിയ ഹിറ്റ് ആകാതെ പോകുകയും ചെയ്തു. ഏതാണ്ട് ശരാശരി ലെവൽ വിജയം മാത്രമാണ് രാക്ഷസ രാജാവിന് 2001-ൽ കൈവരിക്കാൻ സാധിച്ചത്. 2001-ലും മേൽക്കൈ വന്നത് മോഹൻലാലിനായിരുന്നു. 2013-ൽ ദൃശ്യം, സൈലൻസ് എന്നീ 2 സിനിമകൾ തമ്മിലായിരുന്നു ക്ലാഷ് റിലീസിൽ നിന്നിരുന്നത്. ഇതിൽ സൈലൻസ് എന്ന മമ്മൂട്ടിയുടെ പടത്തെക്കുറിച്ച് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ ദൃശ്യം എന്ന ചിത്രത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടതാണ്. മലയാളത്തിലെ ആദ്യ 50 കോടി നേടിയ ചിത്രം ദൃശ്യമായിരുന്നു. വലിയ ഹിറ്റും ബ്ലോക്ക് ബസ്റ്ററുമായ ഈ ചിത്രത്തിന്റെ വിജയം കൊണ്ട് തന്നെ മോഹൻലാലിന് സ്വാഭാവികമായിട്ടും ഈ ക്ലാഷ് സമയത്തും മേൽക്കൈ വന്നു. പിന്നീട് ക്ലാഷ് റിലീസ് വന്നത് 2016-ൽ പുലിമുരുകൻ എന്ന ചിത്രവും തോപ്പിൽ ജോപ്പൻ എന്ന ചിത്രവും തമ്മിലായിരുന്നു. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഓർമ്മകളിൽ, എൻ്റെ ക്ലാഷ് റിലീസ് ഓർമ്മകളിൽ ഏറ്റവും ആദ്യത്തേത് ഇത് രണ്ടുമാണ്. ആ സമയത്ത് വലിയ തിരക്കുള്ളൊരു ഒരു സിനിമയുടെ
പ്രേക്ഷകരുടെ തിരക്കെടുത്തിട്ട് അത് മറ്റൊരു സിനിമയ്ക്ക് വന്നതാണെന്ന് പ്രചരിപ്പിച്ചതൊക്കെ ഇപ്പോഴും ഒരു തമാശ പോലെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പുലിമുരുകൻ മലയാളത്തിലെ ആദ്യത്തെ 100 കോടി ചിത്രമാണ്. എന്നാൽ തോപ്പിൽ ജോപ്പ് ശരാശരിക്കും താഴെ മാത്രം പ്രകടനം കാഴ്ചവെച്ചിട്ട് വിടേണ്ടി വന്നു. ഈ സമയത്തും മേൽക്കൈ വന്നത് മോഹൻലാലിനായിരുന്നു. 2028 ആറാട്ട് ഭീഷ്മപർവം ഇത് തമ്മിലായിരുന്നു ക്ലാഷ് വന്നിരുന്നത്. ഇതിൽ ഭീഷ്മപർവം വലിയൊരു വിജയമാണ് നേടിയത്. ഏകദേശം ബോക്സ് ഓഫീസിൽ നിന്ന് 85 കോടിയോളം രൂപയാണ് ഭീഷ്മപർവം നേടിയത്. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ഭീഷ്മപർവമാണ്. എന്നാൽ ഓപ്പോസിറ്റ് വന്ന ആറാട്ടിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊക്കെ അറിയാം. ഒരു ശരാശരി പ്രകടനം പോലും കാഴ്ചവെക്കാൻ സാധിക്കാതെ ആറാട്ടിന് തിയേറ്റർ വിടേണ്ടി വന്നു. ഇവിടെ മേൽക്കൈ മമ്മൂട്ടിക്ക് തന്നെയായിരുന്നു. 2023 നൻപകൽ നേരത്ത് മയക്കം, എലോൺ എന്നീ 2 ചിത്രങ്ങളാണ് ക്ലാഷ് വന്നത്. ഇതിൽ നൻപകൽ നേരത്ത് മയക്കം നല്ലൊരു ചിത്രമായിരുന്നു. മമ്മൂട്ടിയുടെ പ്രകടനം കൊണ്ട് അദ്ദേഹം പല പുരസ്കാരങ്ങളും നേടിയെടുത്തു. തിയേറ്ററിൽ ചിത്രം വിജയമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ പ്രകടനം കൊണ്ട് വളരെ വലിയൊരു വിജയമായിരുന്നു നൻപകൽ നേരത്ത് മയക്കം. എന്നാൽ എലോൺ എന്ന സിനിമ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മോഹൻലാൽ ഫാൻസ് പോലും തിരിഞ്ഞു നോക്കാതായ ഒരു പടം. മുടക്കുമുതലിൻ്റെ 10% പോലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു പടമായി മാറുകയായിരുന്നു. ഈ സമയത്ത് മേൽക്കൈ വന്നത് മമ്മൂട്ടിക്ക് തന്നെയാണ്. 30-ലധികം വർഷമായി മലയാള സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും ക്ലാഷ് റിലീസുകളിൽ ഒരുപാട് ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ എല്ലാ ചിത്രവും നമ്മളിവിടെ പ്രതിപാദിച്ചിട്ടില്ല. വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ അറിവിൽ ഇത്തരം ക്ലാഷ് അവസരങ്ങളിൽ വന്ന സിനിമകൾ ഏതൊക്കെയാണ്? ആ സമയത്ത് വിജയം ആർക്കായിരുന്നു? ഇത്തരം കാര്യങ്ങൾ കൂടി കമൻറ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കൂടി പറയുന്നു, നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ദയവായി സബ് ചെയ്യണമെന്നും സപ്പോർട്ട് ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.